ഷേണായി വാ 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 വാ. നമ്മൾ വേറെ കാര്യമായിട്ട് കൊച്ചിയിൽ വന്നപ്പോ വക്കീലിനെ കണ്ടിനി. നമ്മളെ കാര്യത്തിൽ നിങ്ങളെ കാണാൻ പോകുന്നെന്ന് വക്കീല് പറഞ്ഞിനെ. ഇരിക്കെ. നമ്മളാരും നമ്മ എതിർക്കുന്നല്ലേ എന്റെ ഇത് അങ്ങനെ വന്നത്. വെറുതെ വക്കീലിനെ എന്തിനു മോന്തിക്ക് മഞ്ഞ വിളിക്കുന്നു? അത് നന്നായി, ഞാനും ഒന്ന് കാണാതിരുന്നതാ. ഒന്ന് പിടിപ്പിച്ചാലോ? ഓ ചെറുതൊന്നും നോക്കാം. അങ്ങനെയല്ല ഔക്കോ, ഒന്ന് ജോർവാറാക്കാം. ആന്ന് ഫ്രണ്ട്സുമാർ കുറെ കഴിഞ്ഞ് തമ്മ കാണുമ്പോ ഒന്നും മത്താക്കിയില്ലെങ്കിൽ എന്തോന്ന് പാങ്ങ് നിങ്ങൾ ജോറ് വാറാക്കുന്നു. ബാബു എടുത്തോ. കുപ്പി സോഡ ഇല്ലറ, ഇല്ലെങ്കിൽ വെള്ളം ഇറങ്ങൂല. കുപ്പി സോഡ ഇല്ല സർ. ഇപ്പൊ പോയാ എവിടെങ്കിലും കിട്ടുമോ? പോയി നോക്കാം സർ. ആ നോക്കാം. ഏ കുഞ്ഞ് ഏടെ പോയാലും കുഴപ്പമില്ല, കുപ്പി സോഡയിട്ട് ബന്നർ. ഓ 500,000 രൂപയുടെ നോട്ട്. ഓ അപ്പൊ ഷേണായി ആളെ കൂട്ടിയാണ് വന്നിരിക്കുന്നതല്ലേ? അങ്ങനെ ആക്കണ്ടെന്ന്. ഒരു ബൈക്ക് കീയുമ്പോ ഇവരെല്ലാം സ്ഥിരമായിട്ട് വണ്ടിമ എടുത്ത് വെക്കുന്നേ. നമുക്ക് കാര്യം പറയാം. എന്ത് കാര്യം? ഓ ബറാബർ. കാര്യം എന്താണെന്നറിയില്ലെന്ന് നൊടിഞ്ഞ നിലക്ക് കഥയെല്ലാം ഞാൻ പറഞ്ഞു തുടങ്ങാം. നമ്മ തമ്മിലുള്ള കൂട്ടുകച്ചവടം ഒഴിഞ്ഞ ദിവസം ഓർമ്മണ്ട. ബാംഗ്ലൂർ വെച്ച് പിള്ള വക്കീൽ സാക്ഷി കൂട്ടിയിട്ടും കുറച്ചിട്ടും കണക്കൊപ്പിച്ചപ്പോ നീ ഇങ്ങോട്ട് പറഞ്ഞത് 25 CR സെറ്റിലാക്കാന്ന്. നഷ്ടം നോക്കിയിട്ടില്ല, ഞാൻ നോക്കിയാക്കി. ഞാനത് തന്നല്ലോ ഇന്നലെ കോയമ്പത്തൂർ വെച്ച്. എന്റെ PA മുരളി, തന്റെ മാനേജർ കുമ്പളക്കാരൻ രാമണ്ണ, അവന്റെ ഈ പണവും കൊടുത്തു. കിട്ടി ബോധിച്ചു എന്ന് ഒപ്പിട്ട് തന്ന പേപ്പേഴ്സ് ആ ബ്രീഫ് കേസ് ഇരിപ്പുണ്ട്. നവംബർ 8 7 മണിക്ക് മണിക്കൂർ 1.5 കഴിഞ്ഞപ്പോ ആ പൈസക്ക് കടലാസിന്റെ വില ഇല്ലാണ്ടായി. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? പ്രധാനമന്ത്രി എന്റെ മാമനും അച്ഛനും ഒന്നും അല്ല. അല്ല, അതെനക്കറിയാം. തിരിയേണ്ടത് ആ ദിവസം കാടിനെക്കാടും വേഗത്തിൽ പൈസ എന്ന് നമ്മളെ സെറ്റിലാക്കാൻ നീ കാണിച്ച കൊച്ചക്കണി. അതിനുള്ള കപ്പ് ഞാൻ വേറെ തരുന്നുണ്ട്. ഇപ്പോ എന്റെ പൈസ എങ്ങനെ എപ്പ തരുമെന്ന് ചൊല്ല്. എന്റെ ഷേണായി, അത് ഞാൻ തന്നതല്ലേ, അതെന്താ മനസ്സിലാക്കാത്തത്? അത് ഞാൻ കൊടുത്തേക്കാം. നിന്നെ ചുടാട്ടിൽ ചുടുമ്പോ പച്ചപ്പറയിനൊപ്പരം വട്ടി വെക്കാൻ തീ വേഗം പിടിക്കും. ജാസ്തി മാത്താട ബേട മക. എടാ മുന്നത്തെ മന്ത്രി ചന്ദ്രബാനു കാട്ടിൽ ബേട്ടക്ക് പോയിട്ടുണ്ടാ നീ? ഞാൻ പോയിട്ടുണ്ട്. സുള്ളിയക്ക്, ആദൂർക്ക് 6 പേര് ബേട്ടക്ക് പോകുമ്പോ ഒറ്റ ലക്ഷ്യത്തിന്റെ ബയ്യെ പോണം. ഒരു കണ്ണിന് ഉന്നം മാറിയ മൃഗത്തിന്റെ ബൈക്ക് പോകും. അതിന് പറ്റിയോരെ കാട്ടിൽ കയറുമ്പോ ഞാൻ കൂടെ കൂട്ടും. കച്ചവടത്തിൽ നിന്നെ നമ്പാൻ കൊള്ളൂലെന്ന് തിരിഞ്ഞപ്പോഴാ നിന്നെ ഞാൻ സലാമാക്കിയത്. അല്ലെങ്കിൽ ഞാൻ നിന്നെ ജീവനോടെ വെറുതെ വിട്ടു പറയുന്നതാ ശരിക്കും ശരി. അത് നീ മനസ്സിലാക്കിയിട്ടില്ല. അല്ല, നീ എന്ത് വിചാരിച്ചു? നീ കുമ്പളക്കാരൻ നിത്യാനന്ദ ഷേണായി വെറും ബഗടനാന്ന? ഞാൻ എന്തു വേണം? ഈ പെട്ടി തുറന്ന് ചെക്കിന്റെ ബുക്ക് എടുക്ക്. എന്നിട്ട് വെള്ളപ്പനത്തിന്റെ ചെക്ക് ചെയ്ത് 25 CR സർക്കാരിന് കൊടുത്തിട്ട് ബാക്കി മതി ഷേണായിക്ക്. അല്ല ഔക്കു, സർക്കാർ ചെയ്യണ നല്ല ഇനി ഷേണായിന്റെ ബഗ ബണ്ണേ. വക്കീൽ തന്നെ കടലാസ് ഉണ്ട്, അതിൽ ഒപ്പ് വേങ്ങാൻ പറഞ്ഞിനി. കൊട ചത്രു സോസ് കാണിക്കാനാന്ന്. സോസ് അപ്പോ വക്കീൽ അറിഞ്ഞുകൊണ്ടുള്ള കളിയാണല്ലേ? പിന്നല്ല. ഓനക്ക് ഞാൻ ചക്കക്കുറുവല്ല, അട്ടിക്ക് നോട്ടാ വെച്ചു കൊടുക്കുന്നത്. നീ വാട്സപ്പ് ആക്കിന പിന്നെ വിളിക്കുന്നെങ്കിൽ വാട്സപ്പിൽ വിളിച്ചാൽ മതി. ആ തല പൊന്തിക്കറ. ഇപ്പൊ കയ്യിൽ തടഞ്ഞാട വെക്ക്. നീ ചെക്കട് ചന്ദ്രബാനു. എഴുത്. ഒന്നിനകത്ത് പറ്റില്ല, 5 എണ്ണം വേണം. 5 5. കുസാർക്ക് മുന്തിരിങ്ങ, കുസാൽക്ക് നാരങ്ങ. ഒപ്പിട. എന്തടാ സ്വാമി ഇതോന്റെ ശരിക്കും ലൊപ്പല്ല, നോക്കറോ. ನಿನ್ನ ಕರಳು ತೆಗ್ದಿ ಹೊರಗೆ ಆಗ್ಲೇ ಉಂಟು ಬವರಾಸಿರಂಟ ಮಗನೆ. ഇതെടുത്തിട്ടുണ്ട് അണ്ട ബായിൽ കുത്തി വെക്കറ. ശരിക്കൊപ്പ് കടലാസിൽ ബിയോ നോക്കട്ടെ. കാരണട്ടാ പിടി. ഷാജി പിടിക്കറ. മകേ, ഈടെ നില
തല കിട്ടാത്ത വെള്ളത്തിൽ നിന്ന് എങ്ങനെയും കരപിടിക്കാൻ കളിക്കല. അപ്പൊ കാല് പിടിച്ച് വീണ്ടും താത്താൻ നോക്കുന്നു. നോറി, നീ എല്ലാം ഞരമ്പിൽ കളിക്കുമ്പോ ഞാനെല്ലാം വരമ്പിൽ കളിക്കുന്നുണ്ടാ. സ്വാമി ചന്ദ്രു, നിന്നോടാരാ പൊട്ടിക്കാൻ പറഞ്ഞു? ഞെങ്ങിപ്പോയി സ്വാമി. ലോക്ക് കളിച്ചിട്ടുണ്ടാവും. ഔകു, ഓ ഓന്റെ പെട്ടിയിൽ തോക്കുണ്ടാവും. അതെടുത്തോണ്ട് അടുത്തിട്. ആ ടവല് ചുറ്റിട്ട് എടുക്ക്. ടൗലറാ.